ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് സൈറ്റ് 2015 ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ പണി എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ കാർസും, നമ്മുടെ എല്ലാ 5 കാറുണ്ട്. 5 കാറിൽ ഫുൾ ടാങ്ക് പെട്രോളും വാഷും ടയറ് പുതിയതൊക്കെ വാങ്ങിയിടലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു വണ്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വണ്ടി നമുക്ക് നേരെ ഫസ്റ്റ് നമുക്ക് വണ്ടി ഒന്ന് ഇടിച്ച് അതാണ് ഒന്ന് സർവീസ് ചെയ്യാം. കാറൊന്ന് വാഷ് ചെയ്യാം. എനിക്കറിയില്ല എല്ലാ വണ്ടികളും വാഷ് ചെയ്യാൻ പൈസ തികയുമെന്ന്. വണ്ടി ക്ലീനായിട്ടുണ്ട്. നമുക്ക് ടയറിടാം. ടയറിട്ടിട്ടുണ്ട്. നമുക്ക് നേരെ വണ്ടി സീനാട്ട് ഗൈസ്. ഇതണ്ട നേരെ പോയി ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാം. ചിലപ്പോൾ ഞാൻ കാർ പാർക്കിങ്ങിലൊരു വീടുണ്ടാക്കുന്നതായിരിക്കും. വീടുണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ആ വീടിൻ്റെ ഒരു വീഡിയോ ഇടാം. വണ്ടി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ ടാങ്ക് ആയില്ല. പിന്നാണ് എൻ്റെ കയ്യിലൊരു BMW ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ആ BMW ഒട്ടും ഇഷ്ടമില്ല. ഫസ്റ്റ് ഞാൻ ഭയങ്കര ആഗ്രഹിച്ചു വണ്ടി ഫുൾ ടാങ്കായി. ആ BMW ഞാൻ ആഗ്രഹിച്ചെടുത്തൊരു വണ്ടിയാണ്. എന്നിട്ട് വണ്ടി വന്നപ്പോഴാണ് ആകെ ടോപ്പ് സ്പീഡ് 125 കയറി. വണ്ടിയെന്ന് വെച്ചാൽ ടയർ എത്ര പുതിയത് വാങ്ങിയിട്ടാലും വണ്ടി മോഡിഫിക്കേഷൻ കുറച്ചാലും വണ്ടി കിടന്ന് ഡ്രിഫ്റ്റായിക്കൊണ്ടേയിരിക്കും. എനിക്ക് കലിയേറി ഞാൻ ഒരു പ്രാവശ്യം ഓൺലൈനിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് ഇങ്ങോട്ടേക്ക് എനിക്കൊരു റിക്വസ്റ്റ് വന്നു. ആ BMW കൊടുത്താൽ എനിക്ക് BMWവിനേക്കാളും കൂടി ഒരു മാസ്ഡേൻ്റെ ഒരു കാർ വരാമെന്ന് പറഞ്ഞ്. എനിക്ക് ലാഭമാണ്. കുറഞ്ഞ വണ്ടി കൊടുത്തിട്ട് കൂടിയ വണ്ടി കിട്ടി. ആ വണ്ടി എന്ന് വെച്ചാൽ ഫുള്ളി മോഡിഫിക്കേഷനുമാണ്. നമുക്ക് ഇനി നെക്സ്റ്റ് വണ്ടി എടുക്കാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വണ്ടി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വണ്ടി എന്ന് വെച്ചാൽ ഈ ഒരു വാനാണ്. നേരെ നമുക്ക് വാഷ് ചെയ്യണം. വണ്ടി ജസ്റ്റ് ഒന്ന് പിന്നെ നമുക്ക് സർവീസ് ചെയ്യാം. ക്ലീനായിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ക്ലീനായിട്ടുണ്ട്. ഇത് നേരെ പോയി ടയർ വാങ്ങിയിടാം. ടയർ ഇട്ടിട്ടുണ്ട് വണ്ടിയിലാണ്.
എൻ്റെ ഞാൻ തുടങ്ങിയപ്പോൾ 1,00,000 ഈ വണ്ടി ഇതാക്കാൻ തുടങ്ങിയപ്പോൾ 1,15,000 ഉണ്ടായി. 14 എല്ലാ വണ്ടി ചെയ്യുമ്പോഴത്തേക്കും 1 lakh കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചിലപ്പോൾ 99,000 ആവുമെന്ന് ആലോചിക്കുന്നു. ഞാൻ വീണ്ടും ഓടിച്ചു വണ്ടി. വണ്ടിയിൽ ഓൾറെഡി ഫുൾ ടാങ്ക് ആണ് ഗേസ്. ഞാൻ ഈ വണ്ടി ഒരു പ്രാവശ്യം ഫുൾ ടാങ്ക് അടിച്ചിട്ടേക്കായിരുന്നു. ടാങ്ക് ഈസ് ഫുൾ. സാധാരണ വണ്ടിയിൽ പൈസ പോയില്ല നമ്മളിത്. ഈ വണ്ടിയിലേക്ക് ഒരു മിങ്ങിനാണ് ഈ വണ്ടിയിൽ വരുന്നത്. ഞാൻ ഈ വണ്ടി ഒത്തിരി മോഡിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെയാണ് വണ്ടി. അലോയ് കയറ്റിയിട്ടുണ്ട് നമ്മൾ. നെക്സ്റ്റ് വണ്ടി എടുത്തിട്ട് കാണാം. ഇന്നത്തെ ഡെയിലി ടാസ്ക് എന്ന് വെച്ചാൽ ഒരു പാസഞ്ചറിന് 5 കിലോമീറ്റർ കൊണ്ടുപോവുക, 7 കിലോമീറ്റർ ഓടുക റേസ്. ഞാൻ എന്ത് ചെയ്യും, ഒരു പാസഞ്ചറിന് 10 കിലോമീറ്റർ വരെ കൊണ്ടുപോയി. എന്നിട്ട് എനിക്കിത് 10 കോയിനും കിട്ടിയിട്ടില്ല, 20,000 രൂപയും കിട്ടിയിട്ടില്ല. കാർ ഡിസ്റ്റൻസ് ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നോക്കി ഗൈസ്, എനിക്ക് 15 കോയിനും കിട്ടിയില്ല, 30,000 രൂപയും കിട്ടിയില്ല. എനിക്ക് വെച്ചാൽ കഷ്ടപ്പെട്ട് കാർ ഡിസ്റ്റൻസ് 7 കിലോമീറ്റർ ഓടുകയും ചെയ്ത്. എന്നിട്ട് എനിക്ക് ആ ഒരു ഡെയിലി ടാസ്കിനാണ് കംപ്ലീറ്റ് ചെയ്ത്. ഡെയിലി ടാസ്ക് അല്ല, ഒരു ടാസ്കിനാണ് കംപ്ലീറ്റ് ചെയ്ത്. മറ്റേ മേളിലുള്ള 5 കിലോമീറ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്തതാണ്. എന്നിട്ട് എനിക്കിതുവരെ കിട്ടിയിട്ടുള്ളത് കാണാൻ പറ്റുള്ളൂ 0 കോയിൻ എന്നുള്ളത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് വണ്ടി എടുത്തിട്ട് കാണാം. നെക്സ്റ്റ് വണ്ടി ഈ ഒരു മെഴ്സിഡീസാണ്. ഈ മെഴ്സിഡീസിൽ നമ്മുടെ കാർ പാർക്കിങ്ങിൽ അക്കൗണ്ടിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ടെർബോ എന്നാണ് കേസിൻ്റെ കാർ പാർക്കിങ്ങിൽ അക്കൗണ്ടിൻ്റെ പേര്. അത്യാവശ്യം ഇഷ്ടം ഈ ഒരു ഭാഗം. പിന്നെ കേസ് ഞാൻ നിങ്ങൾക്കൊരു നാക്ക് പറഞ്ഞുതരാം, അല്ലെങ്കിൽ അതിനാ ഇപ്പം പറയുന്നില്ല, അതിനാ ഒരു വേറൊരു ഷോർട്സിലിടാം. എത്തിയിട്ടുണ്ട് വണ്ടി. ഈ വണ്ടിയിൽ വെച്ച് അത്യാവശ്യം നല്ല അഴുക്കുണ്ടായിരുന്നു. ടയറിടാം. ഗൈസ്, ഞാൻ ഇടുന്ന മിക്ക വീഡിയോസ് ലോങ്ങാണ്, ക്ഷമിക്കണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഒരു 4-5 സബ്സ്ക്രൈബറായ നമുക്ക് 200 സബ്സ്ക്രൈബർ അടിക്കും ഗൈസ്. എന്ന് വെച്ചാൽ എനിക്ക് നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ് 200 സബ്സ്ക്രൈബർ എന്ന് വെച്ചാൽ. ഈ ലോക്കൽ യൂട്യൂബറായ എനിക്ക്, ഒരു ലോക്കലായ എനിക്ക് 1 ഇയർ എന്തോ ആയിട്ടുള്ളൂ. എൻ്റെ 1 ഇയറോ 2 ഇയറോ എന്തോ ആയി. 2 ഇയർ ആയിട്ടും എനിക്കിപ്പോൾ 200 സബ്സ്ക്രൈബേഴ്സ്. ഗൈസ്, ഇനി ഈ നെക്സ്റ്റ് വണ്ടിയാണ് ഗൈസ് നമ്മുടെ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ BMW പോയി കിട്ടിയൊരു വണ്ടി. ആ സാധനമാണ് ഗൈസ് ഇപ്പോൾ എന്തെങ്കിലും ഇരിക്കുന്നത്.
അത് കിടില സാധനം, ഫുള്ളി മോഡിഫിക്കേഷനാണ്. കോയിൻസിൻ്റെ ഒക്കെ കിറ്റാണ് വണ്ടി കയറ്റിയത്. ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഇതാണ് വണ്ടി. വേറൊരു സൂത്രം കാട്ടിത്തരാം. ലൈറ്റ് ഒക്കെ ഇതാക്കിയിട്ടുണ്ട് ഈ വണ്ടിയിൽ. പിന്നീട് നോക്കിയ ഫ്രണ്ടിലെ ബോണറ്റില്ല. പിന്നെ സൈഡിലേക്കൊക്കെ വരുമ്പോൾ ഫുള്ളി കിടിലനാക്കി വെച്ചിട്ടുണ്ട് ഈ വണ്ടി. വേറെ സൂത്രം ഞാൻ കാട്ടിത്തരാം. 3, 2, 1 സ്റ്റാർട്ട്. കണ്ണുള്ള വണ്ടി. ഹെഡ്ലൈറ്റ് ഓൺ ആക്കുമ്പോഴും ഹോൺ അടിക്കുമ്പോഴാണ് ഇങ്ങനെ കണ്ണ് പൊന്തി വരിക. നേരെ വണ്ടി പോയി നമുക്ക് വാഷ് ചെയ്യാം. അപ്പോൾ വണ്ടി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിക്ക് പെട്രോൾ അടിക്കണം. ടയേഴ്സ് ആർ ഗുഡ്. പിന്നാണ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. കാർ പാർക്കിങ്ങിൽ നിങ്ങളൊരു കാർ എടുക്കുമ്പോൾ മാക്സിമം ഒരു 7 ഗിയറുള്ള കാർ എടുക്കുക. ഈ വണ്ടിക്ക് 5 ഗിയറുള്ളൂ. 5 ഗിയറിൻ്റെ വണ്ടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ മോഡിഫിക്കേഷൻ ചെയ്യാതെ വെക്കരുത്. വണ്ടിയിൽ ട്യൂണൊക്കെ ചെയ്യണം കേസ്. ഫുള്ള് മോഡിഫിക്കേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു സ്പീഡ് കിട്ടൂല. ഈ വണ്ടിയിൽ 5 ഉള്ളൂ. പക്ഷേ 731 HP-യും 1007 ടോർക്കുമാണ് കേസ് ഈ വണ്ടിക്ക് വരുന്നത്. അതാരണം ഈ വണ്ടിയിൽ കുഴപ്പമില്ല, അത്യാവശ്യം സ്പീഡൊക്കെ കിട്ടും. നിങ്ങൾ ഈ 5 ഗിയർസിൻ്റെ ഈ കാർ പാർക്കിങ്ങിൽ വണ്ടി എടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞതുപോലെ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.